ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷുവാശംസകൾ. ഇന്ന് നമ്മൾ പുതിയതായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് വിഷുവിനെ പറ്റിയുള്ള നമ്മുടെ ആസാം ഗുവാഹട്ടിയിലുള്ള ഒരു വിഷുവിനെ പറ്റിയുള്ളൊരു സംഭവം നിങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വിഷുവിൻ്റെ തുടക്കങ്ങൾ നമ്മൾ കുറിച്ച് കഴിഞ്ഞു, ഇലമുറിയുടെ സംഭവങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റേതായൊരു സംഭവങ്ങളെ പറ്റിയൊക്കെ നമുക്കിന്ന് സംസാരിക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം കടലയും അപ്പവും കടലയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്തുമായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ എന്തുമായിരുന്നു രാവിലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യും. പിന്നെ നാട്ടിൽ ചൂടായിരിക്കും അല്ലേ? ഇവിടെ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. അപ്പം ഇന്ന് ഇവിടെ എന്താ പറയുക വെച്ചാൽ, കാര്യം പറയുകയാണെങ്കിൽ നമുക്കിന്ന് ഇവിടെ വിഷുവിനായിട്ടൊരു അവധിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം ആസാമിൽ വിഷു ഇല്ലല്ലോ. അപ്പോൾ ആസാമീസിന് നാളെയാണ് ബിഹുവും വിഷു എല്ലാം ഒന്ന് തന്നെ, പക്ഷേ അവരുടെ നാളെയാണ്. നാളെ അവർക്ക് ആസാമീസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവധിയുണ്ട്, പക്ഷെ ഞങ്ങൾക്കില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ അംബേദ്കർ ജയന്തി ആയതുകൊണ്ട് ഇന്ന് അവധിയായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്കൊന്ന് വിഷു ആഘോഷിക്കാൻ പറ്റി. ഇവിടെയുള്ള കുറച്ച് മലയാളീസും എല്ലാവരോടും കൂടിയിട്ട് ഞങ്ങളൊരു വിഷു ആഘോഷിച്ചു. അതിൻ്റെ വിശേഷങ്ങൾ മുന്നോട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനും ഭാര്യയും മക്കളുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പാണ് നിങ്ങളിപ്പം ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ സംഭവങ്ങളും തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പാണ്. അപ്പോൾ എന്നതിന് ശേഷം കുറച്ച് നമ്മളിവിടെ എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ കുറച്ച് നേരം അവരുമായിട്ട് സംസാരിച്ചു. പക്ഷേ ഇന്ന് ഊണ് സദ്യ ഇന്ന് വേറൊരു വീട്ടിലായിരുന്നു. നമ്മളൊപ്പം തന്നെയുള്ള വേറൊരു വീട്ടിലായിരുന്നു. അവർ നല്ല അടിപൊളി സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ വിഷുവിന്? പടക്കം വേണം. പടക്കം എത്ര വേണമെങ്കിലും കിട്ടും. ഭാഷ പടക്കം വേണത്തരല്ലോ. തെച്ചു തിരക്കിലാണ്, ചായ കുടിക്കണ്ടേ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കിലാണ് തെച്ചു. ജാൻവിക്ക് വിഷു ആയാലും ഓണായാലും ഡ്രസ്സ് ഒരേപോലത്തെ ഡ്രസ്സാണ്, മോഡേൺ ഡ്രസ്സ്. മാറ്റുമോ? ഓക്കെ, മാറ്റി അവർക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ എല്ലാവരോടും നിങ്ങൾ രണ്ടാളും മാറ്റും. ഓക്കെ, നമുക്ക് ആ വീഡിയോ എടുക്കാൻ നാളെ. അപ്പം അവരെല്ലാം ഞാൻ പറഞ്ഞ നിങ്ങളെല്ലാം വിശ്വാസംസകളോട് പറഞ്ഞു. നിങ്ങളോടുള്ള വിശ്വാസംസകളാണ് അവർ പറഞ്ഞത്. ഇപ്പം അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഒപ്പമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവർ കണ്ണൂരുള്ളവരും കൊല്ലത്തുള്ളവർ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ വന്നു. പിന്നെ നമ്മളെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് കുശലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിഷുവിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളും പഴയ കുറേ ഓർമ്മകളൊക്കെ കുറേ പങ്കുവെച്ചു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ വെളിയിലുള്ളൊരു സ്ഥലമാണിത്. ഇതവിടെ പോയിരുന്ന് കുറച്ച് നേരം, അപ്പം കാരണം താഴെ ബിഹുയുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് നേരം വാച്ച് ചെയ്യായിരുന്നു ഇവർ വെളിയിൽ നിന്നുകൊണ്ട്. ശേഷം വീണ്ടും റൂമിലോട്ട് നമ്മുടെ വീട്ടിലോട്ട് തന്നെ കയറി കുറച്ച് നേരം. അപ്പോഴേക്കും എൻ്റെ വേറൊരു കൂട്ടുകാരനും വന്നു, ബെന്നി. അപ്പോൾ അവനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇതൊക്കെ നമ്മുടെ മലയാളീസാണ് കേട്ടോ. ഇത് അച്ഛനും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് പിന്നെ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വൈഫാണ്. അവൻ എത്തിയിട്ടില്ല. അവനൊന്ന് അവിടെ ഓഫീസിൽ പോകണമായിരുന്നു, എന്തൊരു ആവശ്യത്തിന് പോയിട്ട് വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ
അടുത്ത വീട്ടിലോട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഊണ് കഴിക്കാൻ വിളിച്ച വീടുണ്ടല്ലോ അങ്ങോട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊക്കെ ഇഷ്ടം പോലെ പടക്കങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടിക്കാണുമല്ലേ. നമുക്കിവിടെ പടക്കം പൊട്ടിയും പരിപാടിയൊന്നും ഇല്ല കേട്ടോ, കാരണം പടക്കമൊന്നും കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു സദ്യയാണ് മെയിനായിട്ട് നടക്കത്തുള്ളൂ, വേറെ ഇപ്പം ഒന്നും നടക്കത്തില്ല. അപ്പം നമ്മൾ ആ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ വീട്ടിലെത്തി. രാജൻ സാറും വൈഫുമായിരുന്നു ഇന്ന് മൊത്തം ഭക്ഷണം ഉണ്ടാക്കിയത്. ആരും ഒരു സംഭവങ്ങൾ ചെയ്തില്ല. എല്ലാവരും ആദ്യമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പല ഭക്ഷണങ്ങളും ഉണ്ടാക്കി കൊണ്ടുവരികയായിരുന്നു. നീ ഇന്ന് ഉണ്ടാക്കണം എന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ട് ഈ പ്രാവശ്യം എന്തായി, ഒരു സംഭവം ഉണ്ടാക്കാൻ ചേച്ചി സമ്മതിച്ചില്ല. എല്ലാം ഞങ്ങൾ ചെയ്യും എന്ന് പറയുമായിരുന്നു. ഈ പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്താണ് പറയുക, ഞാൻ ഇത്രയും നല്ലൊരു സദ്യ ഞാൻ എൻ്റെ ലൈഫ് കഴിച്ചിട്ടില്ല. അതുകൂട്ട് ഭക്ഷണമായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം, എല്ലാ സാധനങ്ങളും ഉണ്ട്. കാരണം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ആസാം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ശരിക്കും ഒരു കേരളം പോലെ തന്നെയാണ് നമുക്ക് കണ്ടത്. രാവിലെ നമ്മൾ എണീറ്റൊക്കെ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പം നമുക്ക് ഈ കേരളത്തിൻ്റെ അതേ ഫീല് കിട്ടും. കാരണം കേരളത്തിലെ അതേ കവുങ്ങ്, തെങ്ങ്, വാഴ, മാവ്, പ്ലാവ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ ഇപ്പം ചക്കയുടെ സീസൺ ആവാൻ പോന്നേ ഉള്ളൂ. ഇത് നമുക്ക് എന്താണ് പറയുന്നത്, മൂത്ത ചക്ക എന്നല്ലേ പറയണത്. ആ മൂത്ത ചക്കയും പഴുത്ത ചക്കയൊന്നും കിട്ടാനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ ഈ കൊച്ചു ചക്കയില്ലയോ, അതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മുടെ നാട്ടിലെ കണ്ടിക്കിഴങ്ങായാലും എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. അപ്പം ഇതെല്ലാം നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ചേച്ചി നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ്. ഒരു കൂട്ടുകാരൻ അവധി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവനെ കൊണ്ട് വരുത്തിച്ചതാണ്. അപ്പം ഒരു അടിപൊളി സദ്യയായിരുന്നു. സദ്യയുടെ വീഡിയോ ഞാൻ കാണിക്കാം നിങ്ങളെ. ഇന്ന് വിഷുക്കണി ഇങ്ങനെയായിരുന്നു. അത് അവരുടെ വീട്ടിൽ തന്നെ ചെയ്തതാണ് അവർ. എല്ലാവരും വിഷുക്കണി എല്ലാവരുടെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആ കൂട്ടുകാരൻ വിഷ്ണു എത്തി. അപ്പം വിഷ്ണു ഞാൻ പറഞ്ഞില്ലായിരുന്നു, അവൻ എന്തോ ഒരു ആവശ്യത്തിന് പോയേക്കുമായിരുന്നു. ഇതാണ് അപ്പോൾ ലാസ്റ്റ് പണി അതാണ് വേറൊരാൾ ചെയ്തിട്ടുള്ളൂ അവിടെ, ഒരു പപ്പടം കാച്ചൽ മാത്രം. അതുകൊണ്ടാണ് പപ്പടം കാച്ചുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തത്. കാരണം അത് മാത്രമാണ് നമ്മൾ ഇതിൽ നിന്ന് പോയ ആൾക്കാർ ചെയ്തൊരു പണി, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം ചേച്ചി സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു. അപ്പം നിലത്തിരുന്നായിരുന്നു ഊണ്. എല്ലാവരും നിലത്ത് വിരിച്ചു, നല്ല വൃത്തിക്ക് എല്ലാവരും നിലത്തിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തു. ആ ഫോട്ടോ ഞാൻ 1-2 ഫോട്ടോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം നിങ്ങൾക്കെല്ലാം കാണാൻ വേണ്ടി. ഇതൊരു ഫോട്ടോ എടുക്കൽ അപാരതയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ പെണ്ണുങ്ങളുടെ സെക്ഷനും വേറെ ആയിട്ടും ആണുങ്ങളുടെ സെക്ഷൻ വേറെ ആയിട്ടും കൊച്ചുങ്ങളുടെ വേറെയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. എന്നതിന് ശേഷം സദ്യവട്ടം ആദ്യം മക്കൾക്കും ഒരു 1-2 മറ്റുള്ള ആൾക്കാർക്കും വിളമ്പി. എല്ലാവരും ഒരുമിച്ചിരുന്നില്ല, കാരണം വിളമ്പാൻ പറ്റത്തില്ലല്ലോ, ഇതെല്ലാം വിളമ്പി കൊടുക്കണ്ടായോ. എന്നതിന് ശേഷം ഇവരെല്ലാം കഴിച്ചതിന് ശേഷമാണ് അടുത്ത ആൾക്കാർ ഇരുന്ന് ഊണ് കഴിച്ചത്. അപ്പോൾ എല്ലാ സദ്യവട്ടങ്ങളും ഉണ്ട്, എല്ലാ സംഭവങ്ങളും. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ കോഴിക്കോട് മലബാറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വിളമ്പണം നമ്മൾ ഉപ്പാണല്ലോ, ഉപ്പ് തൊട്ടല്ലേ പിന്നെ വിളമ്പാൻ തുടങ്ങുന്നത്. പക്ഷേ ഈ കൊല്ലം ആ വഴിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് പരിപ്പാണ്. പരിപ്പിൽ നെയ്യ് ഒഴിച്ച് 3 വട്ടം അവർ ഊണ് കഴിക്കുന്ന പറയണത്, സദ്യവട്ടം കഴിക്കുന്ന പറയണത്. അപ്പം 3 വട്ടം കഴിക്കും. കാരണം പല ടൈപ്പിലാണ്, പല സ്റ്റൈലിലാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ ആ ഊണ് കഴിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൊല്ലംകാരൻ കൂട്ടുകാരൻ പറഞ്ഞു, ചേട്ടാ ഒരു പണി ചെയ്യുക, നിങ്ങൾ ഈ പായസം പപ്പടം കൂട്ടിയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ പറഞ്ഞ് അതിനിടയ്ക്കൊന്ന് അച്ചാർ തൊട്ട് നാവിൽ വെച്ച് നോക്കുന്നു. ഞാൻ എന്തിനാടാ? അപ്പം നമുക്ക് ആ പായസത്തിൻ്റെ ആദ്യത്തെ ആ ടേസ്റ്റ് പോയിട്ട് നമുക്ക് എന്താണ് പറയണത്, അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടും. ആ അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും പായസം കുടിക്കുമ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ടേസ്റ്റ് വീണ്ടും കിട്ടും. കാരണം നമ്മൾ ചെറിയ ആൾക്കാർ ഈ സവോളയൊക്കെ കഴിക്കത്തില്ലയോ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, അതും ഈ നാവിലെ ടേസ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഈ സംഭവങ്ങൾ. അപ്പം കുറേ പുതിയ അനുഭവങ്ങൾ, കാരണം നമുക്ക് ഈ പല ആളുടെ ഒപ്പം കൂടുന്നതുകൊണ്ട് നമുക്ക് പല കൾച്ചറും നമുക്ക് പഠിക്കാൻ പറ്റും. പല ടേസ്റ്റ്,
പല സംഭവങ്ങളും. കാരണം നമ്മളൊക്കെ വെച്ചാൽ പോകാത്ത നാടുകളില്ലല്ലോ. എല്ലാ സ്ഥലത്തെയും എല്ലാവരുടെയും എല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ടതും കേട്ടതും, നമ്മൾ അവരുടെ ഊണായാലും അവരുടെ വസ്ത്രമായാലും അവരുടെ കൾച്ചറായാലും അവരുടെ എന്തൊക്കെ സംഭവം ഉണ്ടോ എല്ലാം നമുക്ക് പരിചയമാണ്. കാരണം എല്ലാ സ്ഥലത്തും നമ്മൾ പോകും. അപ്പം കേരളത്തിൽ തന്നെ പല വിധത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. തെക്ക് വേറെ കൾച്ചർ, വടക്ക് വേറെ കൾച്ചർ എന്നുള്ള സംഭവമാണല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് നല്ലൊരു അനുഭവമായിരുന്നു. നല്ലൊരു അനുഭവം വെച്ചാൽ നല്ലൊരു രസമുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു മെയിനായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ പറഞ്ഞു. ലാസ്റ്റിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. വൺസ് അഗെയിൻ ഹാപ്പി വിഷു. താങ്ക് യു സോ മച്ച്.